ഗേസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങുന്നത് 9:08 ഉണ്ടോ. നല്ല വെയിലായി, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെന്താണെന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വലിയ ഓട്ടമൊന്നുമില്ല. ഇപ്പോൾ എപ്പോൾ ഇറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല, തീരെ ഓട്ടമില്ല. ഓട്ടം വളരെ മോശമായിട്ടുണ്ട്. പിന്നെ കിട്ടട്ടെ എഴുതിയിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ ടാർഗറ്റ് ഒന്നും തേക്കാൻ എന്തായാലും ഇപ്പോൾ പറ്റണില്ല. ഇന്നലെ ലാസ്റ്റ് കസ്റ്റമർ കയറിയപ്പോൾ ആയതാണിത്. സീറ്റും കൂടി കുറച്ച് ചളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തോ മണൽ പോലെ എന്തൊക്കെയാണ് അയക്കണേ. ബീച്ചിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ് കയറിയിരിക്കണേ. എന്നിട്ട് അങ്ങനെ സീറ്റിൽ മണലായാവും. ഇവിടെ ആകെ മണലായിട്ടുണ്ട്. ഇതൊന്ന് തട്ടിക്കൊട്ടട്ടെ. ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. നമ്മൾ റിൻസ് ഇവിടെ കൊല്ലം കുടുംബങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ലേറ്റ് ആവും. അവനിപ്പോൾ ഒരു 5 മിനിറ്റ് ആയി അവിടെ വന്നിട്ട്. ഇനിയിപ്പോൾ അവിടെ പോസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ക്ലീൻ ആക്കലും പരിപാടികളും അവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വലിയ ട്രിപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ആക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിച്ചാൽ അവൻ ഓണാക്കി വെച്ചിട്ടുണ്ട് ഊബർ. ഞാൻ ഓണാക്കിയിട്ടില്ല. എന്തായാലും ക്ലീൻ ആക്കിയിട്ട് ഇറങ്ങുന്നുള്ളൂ. ചെക്കൻ ഭയങ്കര ബ്ലോഗിങ് ആട്ടോ. അവൻ ചെറുതായിട്ട് പേടിച്ചോ. ചാനൽ തുടങ്ങിക്കണേ. ആരാ വിളിക്കണേ? അരുൺ മൂന്നാറ് പോയിട്ട് കുറെ ദിവസമായിക്കണു. അവിടെ കെട്ടിക്കിടക്കാണ്. വ്ളോഗിലാണ് അരുണെ. എന്താ കയ്യൊക്കെ മാറ്റി വെച്ചിക്കണ്, പേടിച്ചു. അരുണേ മൂന്നാറ് പോയതാ, 2 ദിവസം ആയിക്കണു. റിട്ടേൺ ട്രിപ്പും കിട്ടുന്ന വെച്ചിട്ട് അവിടെ നിൽക്കുക. ഞങ്ങൾ പുതിയ സ്ഥലമാട്ടത്, കുടിവെള്ളത്തിൻ്റെ ലോറികളൊക്കെ നിർത്തിയിട്ട സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. കേരള സവാരിയും റാപ്പിഡോ ഊബർ 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. റിൻഷിദിനെ ട്രിപ്പ് അടിച്ച് പോയി. ട്രിപ്പ് അടിക്കാൻ വണ്ടി ഇങ്ങനെ തുടക്കമായിരുന്നു. അപ്പോൾ ഫോണിൻ്റെ കയ്യിലായിരുന്നു അവൻ്റെ. ഞാൻ ഓണാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ 1800 സംതിങ്ങിൻ്റെ ഒരു തൃശ്ശൂരാണ് അടിച്ചിരിക്കണത്. അപ്പോൾ ഞാൻ വേഗം കാണാക്കാൻ വേണ്ടി വേഗം പൊത്തിക്കാണ്ട് അത് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു ഓൻ്റെ ഫോണിൽ. അപ്പോൾ എന്നിട്ട് ഞാൻ ഓനോട് പറഞ്ഞു ആദ്യം ഇൻട്രസിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓനൊരു ഇത് നമ്മൾ നുണ പറയുകയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ പറയാം. ട്രിപ്പ് പിൻ നമ്പർ അടിക്കുമ്പോൾ പിന്നെ കാണുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കാക്കനാട്ടിക്കാടാ 160 രൂപ ഉള്ളതാണ്. അപ്പോൾ ഓൻ എന്തായാലും പറഞ്ഞു മറ്റേ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് പിൻ നമ്പർ അടിക്കുമ്പോഴേക്കാരും ലോങ് കാണുക. അപ്പോൾ ഓൻ എന്തായാലും കുറച്ച് തന്നെ വിളിക്കും. ഞാൻ അപ്പോൾ കാക്കനാട് എന്നാണ് പറഞ്ഞിരിക്കണോ. ട്രിപ്പ് എടുത്ത് കണ്ടിട്ടില്ല, എവിടേക്കാന്നുള്ളത് കണ്ടിട്ടില്ല. അക്സെപ്റ്റ് ചെയ്തിക്കണു. നമ്മൾ ഇന്നത്തെ കൈനീട്ട ട്രിപ്പ് എടുത്തത് 3 കിലോമീറ്റർ പിക്കപ്പും 10 കിലോമീറ്റർ ഡ്രോപ്പും. ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, മാച്ച് ട്രിപ്പാണ്. അപ്പോൾ അടുത്തൊരു ട്രിപ്പും പാടെ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുബീനാൻ്റെ ഇത് കലൂരിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ അത് പോയി പിക്കട്ടെ, അത് കുഴപ്പമില്ല. 218 രൂപ ഉണ്ട് കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ ട്രിപ്പിൻ്റെ ഒക്കെ ടാക്സ് പോയിക്കണോന്നു. ടാക്സ് പോയിക്കാറഞ്ഞാൽ അവർ കമ്മീഷൻ പിടിക്കുമല്ലോ ഊബർ, അതിൽ നിന്നാണ് ടാക്സ് പിടിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമുക്ക് കാണിക്കുന്ന എമൗണ്ട് മുഴുവനായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 218 ആട്ടോ കണ്ടത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അവിടെ എത്തിയിട്ട് 218 തന്നെയാണോ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടാക്സിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നില്ല നമ്മൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ കലൂരിലാട്ടോ ഡ്രോപ്പ് ചെയ്തത്. കലൂർ നമ്മളെ പള്ളീൻ്റെ അടുത്താണ്. കണ്ടോ പറഞ്ഞ പോലെ ടാക്സ് ഇപ്പോൾ പോയിട്ടുണ്ട്. കറക്റ്റ് ഇതേ എമൗണ്ടാണ് നമുക്ക് ട്രിപ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്, 218.10 രൂപ. അപ്പോൾ ടാക്സ് എന്തായാലും പോയിട്ടുണ്ട്. ഞാൻ ടാക്സിൻ്റെ ഡീറ്റെയിൽസിലും ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിലും ടാക്സ് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അവരെ കമ്മീഷനാണ് ഇപ്പോൾ പിടിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. മറ്റേതെന്താ വെച്ചാൽ മറ്റവരെ കമ്മീഷനും പിടിച്ചിട്ട് നമ്മളെ ഏണിങ്സിൽ നിന്നാണ് ടാക്സ് പിടിച്ചതിന്. ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇത് എത്ര കാലം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. 128 രൂപയുടെ അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. മാച്ച് ട്രിപ്പാണ് അടിച്ചിട്ടുള്ളത്. അത് കിട്ടുമെന്ന് നോക്കട്ടെ, ലോഡിങ്ങിലാണ്. ആ ട്രിപ്പ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് ഞാൻ കേരള സവാരി റാപ്പിഡൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ആ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഗീന എന്നാണ് പേര്. പനമ്പള്ളി നഗറിലേക്കാണ് ട്രിപ്പ് ഉള്ളത്. ഗീന ഗീനാന്നാവോ. അപ്പോൾ എന്തായാലും പോയിട്ട് പിക്കട്ടെ. 950 മീറ്റർ കേട്ടോ പിക്കപ്പ് ഉള്ളത്. റാപ്പിഡോ കേരള സവാരിയൊക്കെ ഓണാക്കിയിട്ടാണ് പോകുന്നത്. ഇത്രയും ദൂരം പോന്നിട്ട് പോലും ഒരൊറ്റ ട്രിപ്പ് പോലും അടിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇപ്പോൾ കേരള സവാരിനെ പ്രൊമോട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടത്. എന്നിട്ട് ഇവിടെ തോളത്തിന് ഇത്രയും ദൂരത്തിൽ ഒറ്റ ട്രിപ്പ് പോലും അടിച്ചില്ല. ഇനി അതിൽ ട്രിപ്പില്ലേ എന്താ അറിയില്ല. ഊബറിലാണ് ഇപ്പോൾ 2 ട്രിപ്പ് അടിച്ചത്. ഇനിയിപ്പോൾ ഏതായാലും നമ്മളെ ജീനനെ അല്ലെങ്കിൽ ഗീനനെ പോയിട്ട് പിക്കട്ടെ. പനമ്പള്ളി അല്ലേ? പനമ്പള്ളി വേണ്ട, അണ്ടർപാസിന്റെ അവിടെ. അപ്പോൾ നമുക്ക് കടവത്ര മാർക്കറ്റിന്റെ കൂടെ സിഗ്നൽ ഒഴിവായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് ആട്ടത്. നമ്മളെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ താഴെയാണ് ഡ്രോപ്പ് ചെയ്തത്. നല്ല മഴ പെയ്തിട്ട് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക്. അപ്പോൾ കേരള സവാരിയിലും റാപ്പിഡോയിലും ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. അടിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വന്ന ട്രിപ്പ് ഉണ്ടല്ലോ, അതിന് ഞാൻ 85 രൂപയാണ് ക്യാഷ് കളക്ട് ചെയ്തത്. കസ്റ്റമറിന് അത്രയും ലാഭമാണ്. 4.61 കിലോമീറ്റർ ആയിട്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് തരേണ്ട സാധനം, നമുക്ക് തരേണ്ട ഏണിങ്സ് ഊബറാർ തന്നിട്ടുണ്ട്. 128 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കസ്റ്റമർ മറ്റേലൊന്നും കാണാത്തത്. എന്താ അറിയില്ല, ഊബറാർ റേറ്റ് വളരെ കുറച്ച് കൊടുത്തേക്കാണ്. ഊബറാർ കളി തുടങ്ങി. മറ്റേക്കൊക്കെ കുറേ ആൾക്കാർ പോകാൻ തുടങ്ങിയപ്പോൾ ഊബറാർ പറ്റ റേറ്റ് കുറച്ച്. അവർക്ക് വല്ല പ്രൊമോഷൻ എന്തെങ്കിലും 85 രൂപ ആയിട്ടുള്ളൂ 4 കിലോമീറ്റർ കാറിൽ ഇങ്ങോട്ട് പോന്നിട്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് ലാഭം. മറ്റേലൊക്കെ എന്തായാലും ഒരു 100 സംതിങ് ഉണ്ടാവും, നമുക്ക് തരണമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഊബറിന് നഷ്ടമായിരിക്കും. ഊബറിൻ്റെ കയ്യിൽ നിന്നിട്ട് തരുന്ന പൈസയാണ്. കാരണം 85 രൂപ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണുള്ളൂ. ബാക്കി 124 ആവാനുള്ള എമൗണ്ട് ഊബറാർ നമുക്ക് തരണം. അപ്പോൾ അത് നമ്മളെ വാലറ്റിലുണ്ടാവും, നമുക്ക് നഷ്ടമല്ല.
ഇത് കണ്ടോ നമുക്കൊരു 196 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാ. ഇതിപ്പോൾ ഇന്ന് ഇറങ്ങുമ്പോൾ 200 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് പോകുന്നപ്പോൾ 51 രൂപ കമ്മീഷൻ പോയി. അപ്പോൾ 200 സംതിങ് നിന്ന് കുറഞ്ഞു. ഇപ്പോൾ അത് 43 ആഡായി 196 രൂപ ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ്. ഇപ്പോൾ ക്യാഷ് ഔട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. പക്ഷേങ്കിൽ ഇപ്പോൾ അവർ 2 രൂപേൻ്റെ ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ക്യാഷ് ഔട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ 2 രൂപ ഒരു ഫീസ് പിടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇന്നത്തെ പൈസ നാളെ ക്രെഡിറ്റ് ആവലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ 29-ാം തീയതിയൊക്കെയാണ് ഇതിൽ കാണിക്കണത്. ആദ്യമായിട്ടാണ് ഇത്ര ദിവസത്തിൽ ക്യാഷ് ഔട്ട് കാണിക്കണത്. കാരണം ഇന്നത്തെ പൈസ നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേന് ക്രെഡിറ്റ് ആവലുണ്ട്. ഇതിപ്പോൾ കുറേ ദിവസമായി 29 കാണിക്കണേ. അപ്പോൾ ഇപ്പോൾ കുറേ കമ്മീഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ കുറയും, പിന്നെ ഇങ്ങോട്ട് കിട്ടാനുള്ള കിട്ടുമ്പോൾ അങ്ങനെ കൂടും. ഞാൻ 29-ാം തീയതി ആകുമ്പോൾ എന്താ ഡേറ്റ് മാറും എന്താ എനിക്കറിയില്ല. എന്തായാലും നോക്കി നോക്കണം. നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ക്യാഷ് ഔട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ 196 ഇട്ടിട്ട് പോയ കാര്യമൊന്നുമില്ലല്ലോ. അതാക്കും പോലെ ഇങ്ങനെ അവർക്കിപ്പോൾ വലിയ കമ്മീഷൻ കൊടുക്കണമെങ്കിൽ അത് അതിൽ ഇങ്ങനെ കുറഞ്ഞോളും. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ട്രിപ്പുകളൊക്കെ എടുത്തിട്ട് കാണാം. അപ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൽ ചിലപ്പോൾ നടക്കൂല. അങ്ങനെ ഇപ്പോൾ ഇവിടെ നെട്ടൂരിൽ എത്തിട്ടോ. നെട്ടൂരിലേക്കൊരു കേരള സവാരിയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 216 രൂപയുടെ. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ സൈഡാക്കിയപ്പോഴേ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ചക്കരപ്പറമ്പ് CNG പമ്പിലാട്ടുള്ളത്. നമ്മളെ CNG 2 പുള്ളി ആയിട്ടുണ്ട്. രണ്ടാമത്തെ പുള്ളിയിൽ കുറച്ചായി ഓടണു. ചായ എടുക്കുന്നിടയിൽ നമുക്കൊരു ചെറിയ ലോക്കൽ അടിച്ചിട്ടുണ്ടായിരുന്നു 122 രൂപയുടെ. 2 കിലോമീറ്റർ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. 2.4 കിലോമീറ്റർ. നമ്മളെ എല്ലി മെറിഡിയൻ ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് ചേലക്കരാന്നോ അങ്ങനെ ഏതൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇന്നോവ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ട് നോക്കി. നമ്മളത്തെ ഗ്രൂപ്പ് ഉണ്ട് ക്യാബ് 71 പറഞ്ഞിട്ട്. അപ്പോൾ അതിലിട്ട് നോക്കിയപ്പോൾ ഒരാൾ വിളിച്ചു. പക്ഷേ ആളത് എർട്ടികയാണ്. അപ്പോൾ ഇവർക്ക് എർട്ടിക പറ്റൂല പറഞ്ഞു. ഇവർക്ക് പ്രഗ്നന്റ് ലേഡിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഒന്നുകൂടി സുഖം ഇന്നോവയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്നോവ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വണ്ടി കിട്ടിയില്ല കേട്ടോ. ഊബറിൽ കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഏതായാലും ഇവിടുന്ന് CNG അടിക്കട്ടെ. അങ്ങനെ നമ്മൾ CNG അടിക്കൽ കഴിഞ്ഞു കേട്ടോ. 698 രൂപ കേട്ടായത്. കഴിഞ്ഞ CNGയിൽ 146 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അത് 0 ആക്കിയിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു കേട്ടോ. എന്താ നിൽക്കണ ചെക്കർ റിൻസിത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ലോക്കൽ ട്രിപ്പും പാടെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മളെ എയർപോർട്ടിൻ്റെ അടുത്ത് പാർക്ക് ചെയ്ത് കേട്ടോ. റിൻസിതിൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. അതെ, അവിടെ ഒരാൾ വന്നിട്ടുണ്ട് QR കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെക്കൻ. CNG അടിച്ചിട്ട് ഇപ്പോഴേ 2 ട്രിപ്പ് ഓടിട്ടോ. ഞാൻ CNG അടിച്ചതിന് ശേഷം നേരെ ഇങ്ങനെ റൂമിലേക്ക് പോയതിന് ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് പോണേക്ക് ലുലു മാളിലൊന്ന് കയറിയപ്പോൾ അവിടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. നമ്മളെ തൃക്കാക്കര ജഡ്ജ് മുക്കിലേക്ക് നമ്മളെ റൂമിൻ്റെ അടുത്തേക്കായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് ഞാൻ വീണ്ടും റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള സ്റ്റുഡിയോന്ന് ഒരു ചെറിയ ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചു നമ്മളെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക്. അപ്പോൾ അങ്ങനെ അവിടുന്ന് അങ്ങനെ കാലടിച്ച് പോകുന്നു. 26 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ എയർപോർട്ടിലേക്ക്. ഇനിയിപ്പോൾ ഇവിടെ കടന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ 3:50 ആയിക്കോണ സമയം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഒരു ലോക്കൽ എടുത്തിട്ട് നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയില്ല. കാരണം ടൗണിലൊന്നും പോട്ടില്ല. അപ്പോൾ ഇനി ടൗണിൽ വെറുതെ ഇങ്ങനെ ഏച്ചിട്ട് കറങ്ങുക, ചിലവ് എന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ വന്ന് എന്തായാലും ട്രിപ്പ് അടിക്കുമല്ലോ. എന്താണെന്നോ എയർപോർട്ടിലേക്ക് വന്ന ഉടനെ കയറാൻ പാടില്ല. അപ്പോൾ വന്ന ഉടനെ ട്രിപ്പ് അടിക്കലില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ പുറത്തുനിന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ കയറാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇനി ഏതായാലും അവിടേക്ക് കയറുമ്പോൾ കാണാം. അങ്ങനെ ഒരു 7:30 സമയമായപ്പോഴേ നമുക്കൊരു ആദർശിൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ കളമശ്ശേരിയിലേക്ക്. അങ്ങനെ കേസ് ഒരു 8:59 ആയപ്പോഴേ നമ്മൾ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ട്രിപ്പ് 8:21 കേട്ടോ. ഈ 7:33 ആയപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 8:21 ആയപ്പോൾ ഒരു ചെറിയ ലോക്കലും കഴിഞ്ഞ്. ഇപ്പോൾ ഊബറിൽ ടോട്ടൽ 6 ട്രിപ്പായിട്ട് എടുത്തത് 1166 രൂപ. പിന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് ഉണ്ട്. കേരള സവാരിയിൽ ഒരു ട്രിപ്പ് ഉണ്ട്. പിന്നെ ഇപ്പം ഇന്ന് CNG അടിച്ചിട്ട് 110 കിലോമീറ്റർ ഓടി. ബിയില് 257 കിലോമീറ്റർ. ഇപ്പോൾ നമ്മളെ റിൻസിതും ഉണ്ട് കേട്ടോ. ഇന്ന് ചെക്കൻ്റെ വക നെയ്ച്ചോറും ബീസും ഉണ്ട്. രാവിലെ ഇൻട്രസിറ്റി എടുത്തു കൊടുത്തോണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് ആയി പറഞ്ഞു. അപ്പോൾ ഏതായാലും ഫുഡ് ആയിക്കോട്ടെ പോയിട്ട്. അപ്പം ഇനി ഏതായാലും നാളെ കാണാം.